ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ബ്ലഡിന്റെ പ്രഷർ 120 അല്ല, 110 ഉള്ളൂ. അത് കൈകളിലേക്ക് എത്തുമ്പോഴാണ് 120 ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ബ്ലഡ് എല്ലാം തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുന്ന പ്രഷർ എത്രയാണെന്നറിയാമോ? ഈ മെക്കാനിസം അറിയാമെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. നമുക്ക് നോക്കാം. രക്തം താഴെ കാലുകളിൽ നിന്നും മുകളിലേക്ക് വരിക അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഭൂഗുരുത്വാകർഷണത്തിന് വിപരീതമാകുമ്പോൾ. രക്തം ആർട്ടറി വഴി താഴേക്ക് വരുന്നു, തിരിച്ചു വരുന്നത് വെയിൻ വഴിയാണ്. വെയിൻ ആർട്ടറികളെ പോലെ അത്ര കട്ടിയുള്ള ഒന്നുമല്ല. എന്നാൽ മുകളിലേക്ക് പോയ രക്തം താഴെ തിരിച്ചു വീഴാതിരിക്കാൻ വെയിനുകളിൽ ആർട്ടറികളിൽ ഇല്ലാത്തൊരു സാധനമുണ്ട്. അതാണ് വാൽവുകൾ. ഒരു മിനിറ്റിൽ 200 മില്ലി രക്തം ഇങ്ങനെ വാൽവുകൾ കയറി മുകളിലേക്ക് പോകുന്നു. നമ്മൾ നടക്കുകയോ ഓടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 200 മില്ലി എന്നുള്ളത് ഒരു 1.5-2 ലിറ്ററോളം ആകും. മുട്ടിനു താഴെയുള്ള വെയിനുകളിൽ വാൽവുകൾ വളരെ ധാരാളമാണ്. തുടഭാഗത്തിലേക്ക് എത്തുമ്പോൾ വളരെ തുച്ഛമാണ്. എന്നാൽ ഈലിയാക് വെയിനിലേക്ക് എത്തുമ്പോഴേക്കും വളരെ കുറവായിരിക്കും. ഫൈനലി ശരീരത്തിലെ ഏറ്റവും വലിയ വെയിനായ ഇൻഫീരിയർ വീന കാവയിൽ എത്തുന്നു. 2.5 സെന്റിമീറ്റർ ഡയമീറ്ററും 2 അടി നീളവുമുള്ള ശരീരത്തിലെ ഏറ്റവും വലിയ വെയിനിൽ ഒരൊറ്റ വാൽവ് പോലുമില്ല. അതിലൂടെയാണ് ഒരു സെക്കൻഡിൽ 75 മില്ലി ബ്ലഡ് ഒഴുകുന്നത്. അതവിടെ നിൽക്കട്ടെ, ബ്ലഡ് ഇവിടം വരെ എങ്ങനെ വന്നു? ഇവിടുന്ന് മുകളിലേക്ക് എങ്ങനെ പോകും? ഒറ്റ വഴിയേ ഉള്ളൂ. കാലുകൾ ചലിക്കുന്നത് വഴി കാലുകളുടെ മസിലിന്റെ ഇടയിലൂടെ പോകുന്ന ഈ വെയിനുകൾക്ക് മേൽ കംപ്രഷൻ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ബ്ലഡ് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കാലിന്റെ പുറകിലുള്ള കാഫ് മസിൽസിലെ സോളിയസ് എന്ന മസിലിനെ നമ്മൾ രണ്ടാം ഹൃദയം എന്നറിയപ്പെടുന്നത്. എന്തായാലും ബ്ലഡ് ഈ ഭാഗം വരെ എത്തി. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് അത് ഹാർട്ടിലോട്ട് എത്തുന്നത്? നമ്മൾ ശ്വസിക്കുന്നത് വഴി. ഓരോ തവണ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ തൊറാക്സിലെയും അബ്ഡോമിനൽ പ്രഷർ വ്യതിയാനം കാരണം ഏകദേശം 100-150 മില്ലിയോളം ബ്ലഡ് ഹാർട്ടിലെത്തുന്നു. അതായത് ഹാർട്ടിൽ നിന്നും പോയ പ്രഷർ 110 ആണെങ്കിൽ തിരിച്ചെത്തിയ പ്രഷർ വെറും 2 mmHg മാത്രമേ ഉള്ളൂ. മണിക്കൂറോളം കാലുകൾ ചലിപ്പിക്കാതെ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത് വഴി കാലുകളിൽ രക്തം കെട്ടിക്കിടക്കുന്നു. അത് കാരണത്താൽ വെയിനുകൾ Download ShareChat.